ഹലോ, വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമ്മൾ ഇതുപോലത്തെ വെട്ട് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തുണി കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു DIY ആണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ക്ലോത്തിൻ്റെ ബാക്കി പീസസാണ്. കുറച്ച് വലിയ പീസ് എടുത്താണ്. ഇനി ഇങ്ങനെ വലിയ പീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെട്ട് കഷ്ണങ്ങളുണ്ടല്ലോ അത് തന്നെ പല ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമുക്കൊരു ഫാബ്രിക് കൊണ്ട് തന്നെ നമുക്ക് പില്ലോ ഉണ്ടാക്കിയെടുക്കാം. പില്ലോ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കത് ഹാർട്ട് ഷേപ്പിൽ ചെയ്യാം, ഡയമണ്ട് ഷേപ്പിൽ ചെയ്യാം, സ്റ്റാർ ഷേപ്പിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും ടൈമിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസ് നമുക്ക് കളയാതെ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഞാനിതാ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് അതിനെ ജോയിൻ ചെയ്ത് നല്ല വശവും കൂടി ജോയിൻ ചെയ്ത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൽ ഒരു കുറച്ച് പോർഷൻ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടാം. നമുക്കതിങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ഞാൻ ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. സൈഡിലുള്ള പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ കോർണറും ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് കോർണർ നേരെ വരാൻ വേണ്ടിയിട്ട് കോർണറിൻ്റെ അവിടെയും ജസ്റ്റ് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസസ് ഇതിലേക്ക് ഫില്ല് ചെയ്യുക. അത്രേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്കിപ്പോൾ സ്യൂയിങ് മെഷീൻ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല ടൈറ്റായിട്ട് സൂചിയും നൂലും വെച്ചിട്ട് എന്താ പറയുക തുന്നിയെടുത്താലും മതി. അത് മാത്രമല്ല നല്ല ടൈറ്റായിട്ടും അല്ലെങ്കിൽ നല്ല ലൂസായിട്ടും ഇതുപോലെ ഫില്ല് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ട് ഒരു ലെവലിൽ വെച്ചു നമ്മളൊന്ന് തലയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആവണമല്ലോ. ഒരുപാട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയൊക്കെ വേനിക്കാൻ പറ്റും. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ലേസും കൂടി വെച്ച് കൊടുത്തപ്പോൾ അതൊരു ഷോയ്ക്ക് വെക്കുന്ന ഒരു പില്ലോ ആയി അല്ലേ. അതുപോലെ ഷോ ബട്ടണോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ അങ്ങനെ കുഞ്ഞു പാച്ച് വർക്കൊക്കെ ചെയ്താൽ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സെറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നല്ല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കണേ. ഒരു മോഡലും കൂടി കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മോഡലും കൂടി കാണിച്ചെന്നാണ്. അപ്പോൾ ഓക്കെ, ബൈ.